ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാറുവേട്ടൻ ഇന്ന് എക്സാം ഉള്ളൊരു ദിവസമാണ് കേട്ടോ. ഭയങ്കര ലേറ്റായിട്ടാണ് കിടന്നത്. കാരണം പാറുമോക്ക് ഒട്ടും പാടില്ല, ചുമയും പനിയാണ്. ചുമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചുമയൊന്നുമല്ല, കുട്ടിക്ക് ഇങ്ങനെ ബെഡിൽ കിടക്കാൻ പറ്റില്ല, അതേ കണക്കിന് ചുമയായിരിക്കും. അതായത് നമ്മൾ ഫുള്ളിങ്ങനെ എയറിലായിരിക്കും, തെറിച്ച് തെറിച്ച് ചുമയാണ്. അതേപോലെ നല്ല ടെമ്പറേച്ചറുള്ള പനിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസത്തേക്ക് നല്ല രീതിയിൽ ചുമ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ എന്താ പറയുക, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവളിങ്ങനെ എനിക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചുമ വരുമ്പോൾ എനിക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റാറില്ല. സെയിം സിറ്റുവേഷൻ. അതായത് എനിക്ക് ഇത്ര സഹിക്കാൻ പറ്റേണ്ട നമ്മൾ പാറുട്ടനൊക്കെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും. ഇവൾക്ക് കുഞ്ഞിലേ ഉണ്ട് കേട്ടോ അത്. ചുമ വന്നിട്ടുണ്ടെങ്കിൽ പാറുമോക്ക് ഭയങ്കര ചുമയായിരിക്കും. നിൽക്കുന്ന ആൾക്കാർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലത്തെ ചുമ. ഏറ്റവും രസം, എല്ലാ എക്സാമിനും പാറുന് ഇങ്ങനെയാണ്. അതായത് മെയിൻ എക്സാമിന് ഇപ്പോൾ LKG ഉണ്ടായിരുന്നു പാറുട്ടൻ. അപ്പം LKG 2 സെമ്മിലും UKG 2 സെമ്മിലും സെയിം വയ്യായ പാറുന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ വേഗം തന്നെ ഫേസൊക്കെ വാഷ് ചെയ്ത് ഞാൻ രാത്രി പിരികനെ എഴുതിയൊക്കെ എടുക്കും കേട്ടോ. നല്ലതാണ്, നല്ല രീതിയിൽ പിരികനെ കറുപ്പൊക്കെ വരാൻ നല്ലതാണ്. അപ്പോൾ രാത്രി പിരികനെ എഴുതിയൊക്കെ എടുക്കാറുണ്ട്, പാറുട്ടനെ എഴുതി കൊടുക്കാറുണ്ട്. ഞാൻ ഇന്നലെ ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുത്തില്ല. നമ്മൾ രാവിലെ തന്നെ ഫേസ് വാഷൊക്കെ ഇട്ടൊന്ന് മുഖം കഴുകി. ഞാനല്ലെങ്കിൽ എനിക്ക് രാവിലെ തന്നെ എൻ്റെ ഫേസ് കാണുമ്പോൾ അയ്യോ എന്തോ പോലെ തോന്നും. കാരണം പിരിക നന്നായിട്ട് ഇങ്ങനെ പരന്നൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകും, എന്നിട്ട് ബ്രഷ് ചെയ്യാൻ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ പാറുവിനെ രാവിലെ തന്നെ താഴത്തേക്ക് കൊണ്ടുവന്നു. ഇന്നലെ നേരത്തെ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ. അപ്പോൾ എന്താ പറയുക, ബെഡിൽ കൊണ്ട് കിടത്തി പാറുവിനെ എണീപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് വയ്യാത്ത കാരണം പ്രത്യേകിച്ചും ബുദ്ധിമുട്ടാണ്. ഒരുപാട് നേരം അവൾക്ക് വേണ്ടിയിട്ട് വിളിക്കാൻ തന്നെ സമയം സ്പെൻഡ് ആക്കേണ്ടി വരും നമ്മൾ. അത്രയും വിളിച്ച് ഞാനാണെങ്കിൽ അടുക്കളയിലത്തെ കാര്യം ഇവിടുത്തെ കാര്യമൊക്കെ ഇങ്ങനെ നോക്കി ഒരുമിച്ച് ചെയ്യും. അപ്പോൾ എനിക്ക് ഇവളെടുത്ത് അധികം നേരം നിൽക്കാൻ പറ്റില്ല, അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇന്ന് ടിഫിൻ മാത്രം കൊണ്ടുപോയാൽ മതി, ലഞ്ചൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിത്തിരി ചായ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അമ്മ. അപ്പം അമ്മ ഞാൻ വരുമ്പോഴത്തേനും കടലക്കറി ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ടിഫിൻ ഇന്ന് നട്ട്സ് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. കാരണം വയ്യാണ്ടിരിക്കുകയല്ല, അപ്പോൾ അവൾക്ക് അധികം പ്രഷർ കൊടുക്കണ്ട ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതായത് പേടിച്ചിട്ടാണ് സ്കൂളിലൊക്കെ കഴിക്കുക, ഫില്ലാക്കണം എന്നറിയാം ആൾക്ക്. അതുകൊണ്ട് മൊത്തം കഴിച്ച് വരും, എന്നാലും ഇഷ്ടമില്ലെങ്കിലും കഴിച്ച് വരും. അപ്പോൾ അതിന് ഇഷ്ടമുള്ളത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നട്ട്സ് കൊടുത്തയച്ചു. ഇന്നലത്തെ ദോശമാവാണ്. ഇന്നലെ നമുക്ക് ഇഡലി ആയിരുന്നേ, അപ്പോൾ മാവ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പാറുട്ടന് ഇന്ന് ദോശയും കടലക്കറിയാണ്. ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് കടലക്കറി വേണ്ടെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് കീത്തുണ്ടാക്കി വെച്ച തക്കാളി ചമ്മന്തിന് ബാക്കി ഉണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ ചമ്മന്തിയാക്കി. നമ്മുടെ ദോശ പാനിൽ ദോശ കിട്ടാറേ ഇല്ല, പക്ഷെ ഇന്ന് കിട്ടി. അപ്പം അച്ഛൻ്റെ പാറുട്ടനിട്ടിട്ട് ഇങ്ങനെ കൊഞ്ചിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കൊഞ്ചിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നേരം അവളിങ്ങനെ എണീറ്റൊക്കെ ഇരിക്കും. ഞാൻ വയ്യാണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ അപ്പം പറയായിരുന്നു നല്ല ചൂടുണ്ടല്ലേടി, നന്നായിട്ട് പനിക്കുന്നുണ്ടല്ല. അച്ഛന് ഭയങ്കര ടെൻഷനാണേ. അച്ഛനായാലും അമ്മയ്ക്കൊക്കെ ആയാലും പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് ആവുന്ന സമയത്ത് എന്നെക്കാളും കോൺഷ്യസ് ആണ് അവർ. പഠിപ്പിക്കാൻ പറയാനും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അച്ഛന് കുറേ നേരം അവളെ എണിപ്പിക്കാൻ നോക്കി, പക്ഷേ എനിക്കുണ്ടായിരുന്നില്ല. ദോശ നല്ല രീതിയിൽ കിട്ടി. എനിക്ക് ഏറ്റവും സന്തോഷമായത് അതാണ്. ദോശ എന്തോ പ്രാവശ്യം വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ കൂടെ നമ്മുടെ കാശിക്കൂട്ടം പോരും. അതുകൊണ്ട് ഏട്ടനും ശരിക്കും കിടന്ന് ഉറങ്ങാൻ പറ്റാറില്ല കുറച്ച് നേരം. അവന് ചായയും ബിസ്ക്കറ്റും രാവിലെ കഴിക്കാറുണ്ട്. അപ്പോൾ ഏട്ടന് ജസ്റ്റ് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പം അച്ഛൻ്റെ അവനെ എടുത്ത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വീണ്ടും ഞാൻ കുറേ നേരം പാറുമോളിങ്ങനെ വിളിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് രാവിലെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഓഫ് എക്സാമിൻ്റെയാണ് കേട്ടോ. ഇത് 3ാമത്തെ എക്സാമിൻ്റെ ദിവസമാണ്. ഇന്നുണ്ടായിരുന്ന എക്സാം ആയിരുന്നു എക്സാം. അപ്പം എനിക്ക് ഇതൊന്നും അതായത് എക്സാമിന് പഠിപ്പിക്കേണ്ടത് ഇതൊന്നുമില്ല. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റാണ്. ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ എനിക്കൊരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ വെളുപ്പിനെ എണിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യിപ്പിക്കും. പിന്നെ എല്ലാവരും പറയും എന്താ പറയുക, LKG പഠിക്കുന്ന കുട്ടിയല്ലേ, അല്ലാണ്ട് 10ാം ക്ലാസ് ഒന്നുമല്ലല്ലോ. പക്ഷേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് എനിക്കറിയില്ല. LKG UKG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേസാണ്. ആ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ പഠിക്കേണ്ടത് പഠിച്ചോളും. നമ്മൾ ഈ പറഞ്ഞ പോലെ കങ്ങ അറിയാതെ അത് പഠിക്കാതെ നമ്മൾ ചോദ്യോത്തരങ്ങൾ എഴുതാൻ പഠിക്കില്ലല്ലോ, അതുപോലെ. അതുകൊണ്ട് ഞാൻ പ്രഷറൊന്നും കൊടുക്കാറില്ല. അവൾക്ക് ഇഷ്ടമുള്ള സമയത്ത് മാത്രം പഠിപ്പിക്കാൻ ഇരുത്താറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുളി കഴിച്ച് വന്നു. ഇപ്പോൾ കാശിക്കൂട്ടനും ചേച്ചിയമ്മയുടെ കൂടെ വേഗം തന്നെ കുളിച്ചോളും. ഇവൻ്റെ കുളിയും രാവിലെ തന്നെ കഴിയും കേട്ടോ.
അപ്പോൾ നഖം വെട്ടിക്കൊടുക്കുകയാണ് ഏട്ടൻ. ആ കാര്യങ്ങളൊക്കെ ഏട്ടനും നിഖിലുമാണ് ചെയ്യാറുള്ളത്. ഇവരുടെ നെയിൽസ് വളർന്നിട്ടുണ്ടെങ്കിൽ അത് സെറ്റാക്കുന്നത്, അവരുടെ ചെരുപ്പ് കഴുകി വൃത്തിയാക്കുക, ആ ഡ്യൂട്ടിയൊക്കെ അവർ കറക്റ്റ് അപ്ഡേറ്റ് ആയിക്കോളും. അപ്പോൾ അതിന് ഓയിൽ കഴിഞ്ഞപ്പോൾ അതെടുത്ത് ഒഴിക്കേണ്ട തിരക്കിലാണ്. അമ്മയുടെ രാവിലെ തന്നെ കുളി കഴിഞ്ഞാണ്. പക്ഷേ അമ്മ കടലക്കറിയൊക്കെ ഉണ്ടാക്കണം, കടലക്കറി സാമ്പാർ ഒക്കെ ഉണ്ടാക്കുന്ന ദിവസം അമ്മ രാവിലെ അത് ചെയ്യും ആദ്യം കേട്ടോ. അതിന് ശേഷമാണ് അമ്മ കുളിക്കുള്ളൂ പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ പകർത്തി ചട്ടിയിലൊക്കെ ഒഴിച്ച് കുപ്പിയിലൊക്കെ ഒഴിച്ച് നമ്മളതിൻ്റെ പരിപാടിക്ക് നിൽക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ആദ്യം എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പാറിൻ്റെ എക്സാമൊക്കെ വരുമ്പോൾ ഓവർ കോൺഷ്യസ് ആയിരുന്നു. അതായത് ഭയങ്കര ടെൻഷൻ, അങ്ങനെയൊക്കെയോ കുട്ടിക്ക് കിട്ടുമോ അങ്ങനെയായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ മനസ്സിലായി, ഇപ്പോൾ പാറുവിൻ്റെ ഒരു കപ്പാസിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലായി. അവൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എങ്ങനെയായിരിക്കും അത് അപ്രോച്ച് ചെയ്യുക. ഫസ്റ്റ് എല്ലാ അമ്മമാരും എങ്ങനെയായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പാട്ടിനപ്പോഴത്തെ യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല ചുമയാണ്. പാറിനിങ്ങനെ ചുമ വന്നു കഴിഞ്ഞത് സ്റ്റോപ്പാക്കാൻ പറ്റില്ല, അതാണൊരു പ്രശ്നം. ഇങ്ങനത്തെ ചുമയല്ല, ഇടയ്ക്കൊരു ചുമ വരും, നിർത്താൻ പറ്റില്ല. പിന്നെ കുട്ടിക്ക് തലവേദന എടുക്കും, അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളാണ് കേട്ടോ. എക്സാം ആയതുകൊണ്ട് ഒരു ചെറിയൊരു വിഷമമാണ്, കാരണം കുട്ടി അത്രയും ബുദ്ധിമുട്ടി ചെയ്യണ്ടേ. കടലക്കറി റെഡി ആയിട്ടുണ്ട്. പക്ഷേ പാറുവിന് ഞാൻ തക്കാളി ചമ്മന്തിയും ദോശയാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്നത്. ഭക്ഷണം കഴിക്കാനാണ് ഏറ്റവും മടി എന്ന് വെച്ചാൽ അവൾ എല്ലാവരും തന്നെ ചീത്ത അറിയും. അതായത് അവൾക്ക് കറക്റ്റ് ഭക്ഷണം കൊടുക്കുക, ക്ഷീണിച്ച് വരുന്നു. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നമ്മുടെ പാറുക്കുട്ടീനോട്. ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടുണ്ട് പാറുട്ടനെ വീഡിയോയിൽ കാണുമ്പോൾ വലിയ കുട്ടിയായിട്ട് തോന്നും, നേരിട്ട് എന്തൊരു കുഞ്ഞാന്ന്. കാരണം അവൾ അത്രയും ചെറുതാണ്, ഭയങ്കര സ്കെൽട്ടനായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ. ഭക്ഷണം കൊടുക്കാത്തതിനെ പറ്റിയിട്ട് കുറേ എന്നെ ചീത്ത പറയും കുറേ പേര്. പക്ഷെ നമുക്കെല്ലാം അതിൻ്റെ ഒരു പാടറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. ക്രോന്റെ സ്പെല്ലിംഗ് എന്താ? ക്രോ 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 ഇതിലില്ല. CROW ക്രോ. ഷിപ്പിന്റെ കൗവിന്റെ COW കേട്ടോ. ഇതില് EVS ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. പാറിന് കുറച്ചും കൂടെ ടഫായിട്ടുള്ളത് ഹിന്ദിയാണ്. പക്ഷേ കഴിഞ്ഞ സെമ്മിൽ ഹിന്ദി എളുപ്പമായിരുന്നു. എനിക്ക് തോന്നുന്നു ഓരോ പ്രാവശ്യം കഴിയും തോറും നല്ല ടഫായിട്ട് വരികയാണ് സിലബസ്. ഞാൻ 5ാം ക്ലാസ്സിലൊക്കെയാണ് ഗൈസ് ഞാൻ ഹിന്ദി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയപ്പോൾ പാറു ചെയ്യുന്ന ഈ ആക്ഷൻസൊക്കെ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ, അതായത് ഞാനത് ലൈനപ്പ് ചെയ്തിട്ട സമയത്താണ് ഈ ആക്ഷൻസൊക്കെ ഞാൻ കാണുന്നത്. കയ്യിൽ 2 ദോശ കൊടുത്തിട്ട് ആ ദോശ എന്തൊക്കെ കാണിക്കുന്നത് കണ്ടോ, ഇതൊക്കെ എന്തൊക്കെ കാണിക്കുന്നത്. പാറുവിന് കുറേ എന്താ പറയുക, ഇതൊന്നും നമ്മളിവിടെ കാണിക്കാറില്ല. ഫ്രണ്ട്സായിട്ട് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നമ്മളങ്ങനെയല്ല, നമ്മളതിൽ അങ്ങനെ തന്നെയായിരുന്നില്ല. നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ പാറിൻ്റെ ഗ്യാങ്ങൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കുന്ന സംസാര ഭാഷയും അങ്ങനെയൊക്കെ കുറേ വ്യത്യാസമുണ്ട്. കയ്യിലുള്ള ദോശ സൈഡിലുള്ള പെട്ടിയിൽ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. തിരിച്ച് ഞാൻ കഴിച്ചു വന്ന് ചോദിച്ചപ്പോൾ അമ്മ ഞാൻ കഴിച്ച് ഫിനിഷ് ചെയ്തു എന്നൊക്കെ നുണ പറഞ്ഞവൾ. പക്ഷെ ഫുഡ് കൊണ്ട് കളയിൽ, അതായത് ഞാൻ ആരും കാണാണ്ടൊക്കെ അപ്പുറത്തും കൊണ്ടൊക്കെ ഇടും കേട്ടോ. എന്നിട്ട് വെറുതെ ആക്ഷൻ കാണിക്കുകയാണ്, തിന്നു എന്നുള്ളൊരു ആക്ഷൻ വെറുതെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ രീതിയിലല്ല, വലിയ രീതിയിലുള്ള കുറുമ്പത്തരൊക്കെ പാറിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെബിലൈസ് ചെയ്യിക്കാൻ വേണ്ടി പോകണം. പണ്ടൊക്കെ കുട്ടികളിങ്ങനെ നെബിലൈസ് ചെയ്ത് കാണുമ്പോൾ അയ്യോ ഈ മാസ്ക് വെച്ചിരിക്കണം, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അത് നമ്മുടെ മക്കളെല്ലാം വേറെ കല്യാണത്തിനൊക്കെ മുമ്പ് അയ്യോ അവർക്ക് എന്തോ വലിയ രോഗമായിട്ടാണ് മാസ്ക് വെച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു തോട്ടായിരുന്നു. ഇവിടെ ഇപ്പോഴായാൽ പോലും എനിക്ക് എൻ്റെ മക്കൾക്ക് മാസ്ക് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അവർ നെബിലൈസ് ചെയ്യിക്കാനാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര വിഷമമാണ്. ഈശ്വര മക്കൾ അങ്ങനെയൊക്കെ തോന്നും. അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ആ അസുഖം മാറാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ക്ലാസ്സിൽ പോണേക്കാൾ മുമ്പൊക്കെ നെബിലൈസ് ചെയ്തൊക്കെ വിടുന്നു പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടില്ല. പക്ഷേ ഇത് എക്സാം ആണല്ലോ, എക്സാം ആയിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വിടാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. എല്ലാവർക്കും എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ മക്കൾക്കും. ഓരോ അമ്മമാരും കുട്ടികളെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇന്ന് നമ്മുടെ കല്യാണി കഴിഞ്ഞ ദിവസം അവളുടെ മോൻ്റെ എക്സാമിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. കല്യാണി എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതായത് നമ്മുടെ ഈ ഒരു ഇൻഫ്ലുവൻസർ ഫീൽഡിൽ ഞങ്ങളുടെ ഒരു ഇതിൽ
എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ളത് കല്യാണിയായിട്ടാണ്. കല്യാണിക്ക് ഒരുപാട് പേരുണ്ടെങ്കിലും എനിക്ക് ഇൻഫ്ലുവൻസേഴ്സിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കല്യാണിയായിട്ടാണ്. അപ്പോൾ അവളായാലും മോനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഏകദേശം എൻ്റെ പോലത്തൊക്കെ സെയിം ആണ്. കുളി കഴിഞ്ഞെത്തി പഠിപ്പിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം എനിക്ക് തോന്നി അവളെ വ്ളോഗ് കണ്ടപ്പോഴും എല്ലാ അമ്മമാരും സെയിം ആണ്, എല്ലാ അമ്മമാരും ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യുക. നമ്മളൊരു വ്ളോഗർ ആയതുകൊണ്ട് നമ്മളിത് കാണിക്കുന്നത് മാത്രം. ഇത് കാശിക്കുട്ടൻ്റെ പാപ്പം കൊടുക്കുകയാണ്. കാശി ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒരു സമാധാനം കേട്ടോ. അവന് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് കടലയാണ്. അല്ലൂസും മൈനൂസും പാറുട്ടനാണ് ഏറ്റവും മടിച്ചുകോളുകളായിട്ടുള്ളത്. നെബുലൈസ് ചെയ്യാൻ പാറുവിന് ഇഷ്ടമായതുകൊണ്ട് നന്നായിട്ട് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പാറുവിന് 1-2 വയസ്സിലാണ് പാറു നെബുലൈസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ഗ്യാപ്പിൻ്റെ ഇടയിൽ നെബുലൈസ് ചെയ്യിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ചുമ എന്ന് പറയുന്നത് അതിശക്തമായ ചുമയായിരുന്നു. ഉച്ചയ്ക്ക് ഒരു ദിവസം ഓടാ ചെയ്തത് ഞങ്ങൾ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക്. കാരണം അവൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചുമ വരുന്നില്ല. അവസാനം അത്രയ്ക്കും സൗണ്ട് ഫുള്ള് പോയി ഒരു അരമണിക്കൂർ നീളുന്ന ചുമയായിരുന്നു. അപ്പോൾ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പാറുട്ടൻ്റെ നട്ട്സാണ് കൊടുക്കുന്നത്. ഇത് എന്ത് ഫ്രൂട്ടാണെന്ന് എനിക്കറിയാം, എന്തോ ഒരു ഡ്രൈ ഫ്രൂട്ടാണ്, എന്താണ് സാധനം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊരു മിക്സഡ് ഫ്രൂട്ട്സ് ഒരു സെറ്റ് നികിലി മേടിച്ചിട്ട് ഒന്നാണ്. പിന്നെ കുറേ ഉണ്ട് അതിൽ, പക്ഷേ അവൾ കഴിക്കില്ല. അതിൽ ഞാൻ ഉണക്കമുന്തിരി, നമ്മുടെ മഞ്ഞമുന്തിരി ഇട്ടിട്ടുണ്ട്, പിന്നെ ബദാമും അണ്ടിപ്പരിപ്പും ഇട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പാറുണ്ട് പറയും, പാറു കഴിച്ചില്ലെങ്കിൽ പാറു ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ പറയും. കാരണം ഇതൊക്കെ നമ്മൾ ചെറുതായിരുന്നപ്പോൾ ഇത് നമുക്ക് എത്രത്തോളം വില ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക്, അതായത് നമ്മുടെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കും അല്ലേ. ഞാൻ എപ്പോഴും അത് പറഞ്ഞു കൊടുക്കും, ഞങ്ങൾക്കൊന്നും മേമയ്ക്കും അമ്മയ്ക്കും ഒന്നും ഇതൊന്നും കിട്ടിയിരുന്നില്ല കേട്ടോ പാറു, അമ്മ മോനാണ് ഇപ്പം എല്ലാം കിട്ടുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കും കേട്ടോ. ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം പാറുട്ടൻ്റെ യൂണിഫോം ഞാൻ തെറ്റിട്ടിട്ട് കൊടുത്തു. വെനസ്ഡേത്തെ യൂണിഫോം എന്ന് പറയുന്നത് സ്കേർട്ടും ഈ ഒരു ടോപ്പും ടീഷർട്ടാണ് കേട്ടോ. പാറുട്ടനാണ് എന്നോട് പറഞ്ഞത്, അമ്മേ ഇന്നെന്തിനാ 2 സൈഡിൽ മുടി മുടഞ്ഞു തരുന്നത്, ഇന്ന് വെനസ്ഡേ അല്ലേ, അപ്പോൾ എനിക്ക് ഫേവറേറ്റ് യൂണിഫോം അല്ലേ ഇട്ട് തരേണ്ടത്. അത് പറഞ്ഞ കാരണം ഞാൻ ഇപ്പോൾ 1.5 നമുക്ക് എക്സാം ഉള്ളത്, അതുകൊണ്ട് ഡേറ്റ് ഒന്നും കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം. ഒരു 10-20 മിനിറ്റ് ഉണ്ടായിരുന്നത് ഭാഗ്യം. അപ്പോൾ അതുകൊണ്ട് വേഗം ഷടപ്പെടാന്ന് കാണിച്ചു. ഇപ്പോൾ എക്സാം ഡേയ്സിൽ പ്രത്യേകിച്ച് നമുക്ക് അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്താ പറയുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ടിഫിൻ എന്തെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സോ മാത്രം കൊടുത്തേക്കുന്നുള്ളൂ. പിന്നെ അടുക്കളയിൽ അമ്മയുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഏരിയയിൽ കിടക്കണ്ട, അപ്പോൾ പഠിപ്പിക്കാനുണ്ടെങ്കിൽ പഠിപ്പിക്കാനിരുത്താം, അല്ലെങ്കിൽ അമ്മേനെ ഏൽപ്പിച്ചിട്ടായാലും പോവാം. അങ്ങനെ ഒരു വലിയൊരു സമാധാനം എനിക്ക് ഒരു ഏരിയയിലുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ഒരു രീതിയിലൊരു പ്രഷറില്ല. പാറുട്ടനെ പഠിപ്പിക്കേണ്ട ഒരു കേസ് വരുന്നൊരു സമയത്ത് എല്ലാ രീതിയിലും എനിക്ക് സപ്പോർട്ടാണ് കിട്ടാറ്. നമ്മുടെ ഇത്രയും പിള്ളേരുടെ ഇടയിൽ പാറുട്ടനെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും ദൈവമേന്ന് എനിക്കൊരു ചിന്ത തോന്നിയിട്ടില്ല. കാരണം ഞാൻ മാറിയിരിക്കും പാറുവിനെ കൊണ്ട് എവിടേക്കെങ്കിലും, പിള്ളേരെ അവർ നോക്കിക്കോളും, അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ്. കാശിക്കൂടൻ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി മരുന്ന് കൊടുക്കേണ്ട ഒരു പരിപാടിയുണ്ട്. മരുന്ന് കുടിക്കാനും പാറുവിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒട്ടും കഴിക്കത്തില്ല. അപ്പോൾ എന്താ പറയുക, ഏട്ടൻ കൊടുക്കുമ്പോൾ പിന്നെയും ഏട്ടന് ഭയങ്കര ക്ഷമയുള്ളതുകൊണ്ട് ഏട്ടൻ കുറേ സൂത്രമൊക്കെ പറഞ്ഞു കൊടുക്കും. 1 2 3 4 5 6 7 8 9 എന്റെ മോളും പിടിക്കാണ്, അവള് കറക്റ്റായിട്ട് കുടിക്കും അല്ലേ വേറു. ദേ വരുന്നിടത്ത് ഈ ചേച്ചി മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഞങ്ങള് മാസ്ക് വെച്ചില്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ വയ്യായി വരില്ലേ. മാസ്ക് തിരിച്ചാ വെച്ചിരിക്കുന്നു മാത്രം. ഞാനല്ലോ വെച്ചെടുത്തത്. പാർവതിക്ക് വെച്ചണോ? അതേടാ അടിമോള് മാറി. മാസ്ക് കൂടി എടുത്തോട്ടെ പാർവ, ചുമക്കുമ്പോ മാസ്ക് വെച്ചോളാം കേട്ടാ. നോക്കിയ പിന്നെ നോക്കിയ പെൻസില് ബാഗിൽ ടവല് കഴിഞ്ഞ ദിവസത്തല്ലേ എടുത്ത് വെച്ച് ടവല് കണ്ട യൂസ് ചെയ്യുള്ളൂ. ഇപ്പൊ കാണുന്നിട്ട് വരും റബ്ബറ് കട്ടർ ബുക്ക് വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ എന്റെ മോളുടെ ബാഗ് അല്ലേ, ഞങ്ങൾ ടൂറ് പോകുമ്പോഴും ഇപ്പൊ ആറ് ടവല് യൂസ് ചെയ്താ ബാഗിലുണ്ടായിരുന്ന ടവല് യൂസ് ആണമ്മ. യെസ് ഗൈസ്, ചുമ എന്ന് പറയണത് പാറുട്ടനൊരു വില്ലനാണ്. ഇപ്പം നമ്മളിങ്ങനെ ഭയങ്കര ശക്തമായ ചുമയ്ക്ക് ഒരു മരുന്നുണ്ട്, പക്ഷെ അവൾക്ക് രാവിലെ അത് കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ ഒരുത്തനാണ് നിൽക്കുന്നത്, രാവിലെ അത് കൊടുക്കാൻ പറ്റില്ല, ഉറങ്ങിപ്പോവും. അത് ഡോക്ടർ ഒന്നാമത് പറഞ്ഞു രാവിലെ കൊടുക്കണ്ടെന്ന്.
പിന്നെ നിവർത്തില്ല കൊടുക്കാൻ പറഞ്ഞു, നന്നായിട്ട് ചുമയ്ക്ക് വെച്ചാൽ കൊടുക്കാൻ പറഞ്ഞു. എക്സാമിന് പോകുമ്പോൾ മാക്സിമം വേണ്ട, നോർമൽ ഒരു ചുമയുടെ ഒരു മരുന്ന് തന്നിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കർച്ചീഫ് കേട്ടോ. രാവിലെ തൊട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് ചുമ വീണ്ടും തുടങ്ങി. 12:30 വരുള്ളൂ ക്ലാസ്. ഇല്ല കാശുമോൻ. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ പാറുട്ടൻ സ്കൂളിലേക്ക് പോവുകയാണ്. മാസ്ക് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അവിടെ കമ്പൽസറിയാണ്, വയ്യെങ്കിൽ മാസ്ക് വെച്ച് കൊടുക്കണം എന്നുള്ളത് കേട്ടോ. എക്സാമൊക്കെ നല്ല രീതിയിൽ എഴുതിയിരുന്നു. നമ്മുടെ എല്ലാ മക്കളും നല്ല രീതിയിലൊക്കെ എക്സാം എഴുതട്ടെ കേട്ടോ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉണ്ണികളൊക്കെ ഉണ്ടെങ്കിൽ, ഉണ്ണികളല്ല മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരായാലും നല്ല രീതിയിലൊക്കെ എക്സാം എഴുതട്ടെ. ഈ പറഞ്ഞ പോലെ യു കെ ജി അല്ലേ വേണമെങ്കിൽ മതി അങ്ങനെ ഞാൻ പറയുന്നുണ്ടെങ്കിലും യു കെ ജി തന്നെ പഠിക്കണം. അത് വേറൊരു മൈൻഡ്, വേറൊരു കാര്യം കേട്ടോ. കാശിക്കുട്ടൻ്റെ ബൂബു കാണിച്ചു കൊടുത്തേ. എവിടെ ബൂബു? ഇത് നല്ല വലിയൊരു മുറിവായിരുന്നു കേട്ടോ. എവിടെ ബൂബു കാശി? കണ്ട, ഇത് പൊറ്റ പോയി. നല്ലൊരു താഴ്ചയിലായിരുന്നു ഈ സാധനം. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നമ്മൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി. അവിടെ നിന്ന് കളിക്കുന്നതിൻ്റെ ഇടയിൽ മേശ സൈഡ് ഇവിടെ തട്ടിയിട്ട് ഇങ്ങനെ ചോരക്കളമായി. പക്ഷെ അവനായോണ്ട് 2 സെക്കൻഡ് കാര്യം കരച്ചിൽ വേഗം നിന്നായിരുന്നു. പക്ഷെ ബൂബു വന്നിട്ട് കാശിക്കുട്ടൻ പറഞ്ഞെടുത്തേ, ബൂബു വന്നിട്ട് കാശിനെ എങ്ങനെ പിടിച്ചത്? അമ്മമ്മ കാശിക്കുട്ടൻ്റെ ഭക്ഷണം കഴിക്കണുണ്ട്. കാശിക്കുട്ടൻ്റെ ഭക്ഷണം കഴിക്കലും ഒരു 9 മണിയാവുന്നോടുകൂടെ ഫിനിഷ് ആവും കേട്ടോ. അതേ കുളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. കാശി എന്നിട്ടുണ്ട് പൂവേ താഴമ്പൂവെ വെച്ചുകൊടുക്കാൻ പറയണത്. ഞാനെപ്പോഴേ ഇപ്പൊ കീത്തും അയിനൂസും കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇവന്മാർക്കും തുടങ്ങിയിട്ടുണ്ട്. കാശിക്കും രാവിലെ നല്ല ചുമയായിരുന്നു, മൂക്കിന്നൊക്കെ നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തല കുളിപ്പിച്ചില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് തലയിൽ എണ്ണൊക്കെ ഇട്ടിട്ട് കുളിപ്പിക്കുക. കാരണം ചൂടായതുകൊണ്ട് ഇവരെ കണ്ണിൽ പീള കിട്ടും. അതുകൊണ്ട് ഞാൻ തലയിൽ നന്നായിട്ട് വെളിച്ചെണ്ണ പറ്റിയിട്ട് കുറച്ച് നേരം വെച്ചിട്ടൊക്കെ കുളിപ്പിക്കാം. ഇന്ന് പിന്നെ വയ്യാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് മേലേച്ച് വിട്ടോളൂ. ഞാനെപ്പോഴും ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവിടെ അയിനൊക്കെ വന്നിട്ടുണ്ട്. അയിനൂസും അല്ലൂസും എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവം എന്താണെന്നറിയാമോ? ഇവൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഞാൻ രാവിലെ തന്നെ കുളിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ പാറു എണീക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവനെ എണീക്കും. അപ്പോൾ അങ്ങനെ എണീക്കുമ്പോൾ എണീക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കാശിക്കുട്ടൻ എണീക്കും. അങ്ങനെ എണീക്കുമ്പോൾ ഇവനൊരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇവന് നന്നായിട്ട് ഉറക്കം വരും. അപ്പോൾ അല്ലൂസും ലേറ്റായിട്ട് ഉറങ്ങുന്നതുകൊണ്ട് തന്നെ അവർ ലേറ്റായിട്ട് എണീക്കുക. അവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എണീറ്റ് കുളിക്കുന്ന സമയത്ത് ഇവന് ഉറക്കം വരും, ഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് അപ്പം തന്നെ ഞാൻ കുളിപ്പിക്കും. അപ്പം തന്നെ ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് വേഗം ഉറക്കമല്ല, വേഗം ഉറക്കുമ്പോൾ രാത്രി നേരത്തെ ഉറങ്ങും. അങ്ങനെ ഒരു ട്രിക്ക് എടുക്കും ഞാൻ. രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കാശിനെ ഉറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശി 1 മണിക്ക് എനിക്കും. അപ്പോൾ 1 മണിക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കാലത്ത് ഒരു 8:30-9 മണിയാകുമ്പോഴത്തേനും അത്രയും സമയം കൊണ്ട് കളിച്ച് ക്ഷീണിച്ച് 8:30-9 മണിയത്തിന് ഉറങ്ങും. ഇനി അതെല്ലാം ഉച്ചയ്ക്കാണ് ഉറക്കണമെന്ന് വെച്ചാൽ 1 മണിക്കൊക്കെ ഉച്ചയ്ക്കൊക്കെ ഉറക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4:30 എണീക്കും. പിന്നെ ഒരു 8:30-9 ഉറങ്ങൂല. പിന്നെ ഒരു 11 മണി 12 മണിയാകുമ്പോഴേ ഉറങ്ങുള്ളൂ. അങ്ങനെയാണ്. പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങുകയാണെങ്കിൽ എനിക്കും കൂടെ കിടന്ന് ഉറങ്ങാം. അങ്ങനെ ഒരു വെച്ചുണ്ട്. പിന്നെ നമ്മുടെ പാറൂസ് പോയിട്ടുണ്ട്. എക്സാം കുഴപ്പമുണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നോ പ്രോബ്ലം. പിന്നെ ഞാൻ എന്തായാലും കുളിക്കാമെന്ന് വിചാരിച്ചു. അടി നിർത്താനത് ഇനി അവർ കളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങും. അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് മുറ്റത്തിറക്കും. അപ്പോൾ ഈ ചേട്ടനും കൂടെ മുറ്റത്തിറങ്ങും. എന്നിട്ട് മണ്ണ് വാരി കളിക്കും. ഞാൻ രണ്ടാമത് ഒന്നും കൂടെ കുളിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കുളിക്കാൻ വന്നപ്പോൾ മൂവരെ ഞാൻ മേലേക്ക് കയറ്റി ഫോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേഗം പോയി കുളിച്ചിട്ട് വരട്ടെ. ഞാനപ്പോൾ 1:30 തല കുളിക്കാറ്. ഇന്നലെ ഞാൻ തല വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് തല കുളിക്കുന്നില്ല. ലിപ് ബാം എന്തായാലും ഇടും. പിന്നെ ഞാനൊരു ഫേസർ ഇടുന്നുണ്ട്. ഞാൻ നയാസിൻഡമൈഡിൻ്റെ ഫേസറാണ് ഇടുന്നത്. എനിക്ക് അതുകൊണ്ട് വലിയ റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇടും. കാരണം എനിക്ക് നമ്മുടെ പ്രൊമോഷൻ ബേസിലായാലും ഇത് കിട്ടുന്നതുകൊണ്ട്, ഇത് ഇടുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഒരു നല്ല രീതിയിൽ ഒരു ഗ്ലോ ഒക്കെ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മോയ്സ്ചറൈസർ കമ്പൽസറി എന്തായാലും ഇടും. കാരണം എൻ്റെ അത്രയ്ക്കും ഡ്രൈ സ്കിന്നാണ്. പൂറ പിടിച്ച പോലെ ഇരിക്കും എൻ്റെ കൈയും കാലും എന്നൊക്കെ പറയണത്. അപ്പം ഞാൻ കൈമലും കാലുമലും മോയ്സ്ചറൈസർ ഇടും. അപ്പുറത്തേക്ക് കീത്ത് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ കമ്മൽ കീത്തുൻ്റെ കമ്മലാണ് ഗൈസ്. ഞാൻ 2 ദിവസത്തിന് അവൾക്ക് ഇന്ന് ഇടാൻ കൊതിയായിട്ട് മേടിച്ചതാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും അല്ല, ഞാൻ ഡോക്ടറെ അടുത്ത്
പോയിട്ട് എനിക്ക് തന്ന സെറം ഉണ്ടായിരുന്നു. ആ സെറം ഞാൻ തേച്ച് മുടിയൊക്കെ കെട്ടി വയ്ക്കുകയാണ്. അപ്പോൾ പാറുട്ടിൻ്റെ ഒരു 12:30 ആകുമ്പോഴത്തേനും വരും. പിന്നെ എനിക്ക് ടെൻഷനാണ്, എങ്ങനെയാണ്, ചുമയുണ്ടോ, പിന്നെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടീച്ചർ അപ്പം തന്നെ വിളിച്ചോളും. പാറുവിനെ വേഗം എക്സാം എഴുതിപ്പിച്ചിട്ട് വിട്ടോളും. നമ്മൾ ടീച്ചറോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ 4 സെമ്മിലും, അതായത് LKG ആയാലും UKG ആയാലും 4 സെമ്മിലും ഞാൻ ടീച്ചറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ടീച്ചറെ കുട്ടിക്ക് വയ്യാത്താണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം പാറുവിന് പരീക്ഷ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ വയ്യായ കമ്പൽസറിയാണ്, എന്തായാലും ഉണ്ടാവും. അത് ശീലമാണ് പാറുട്ടന് കേട്ടോ. അപ്പോൾ നമ്മളിതേ മുടിയൊക്കെ കെട്ടിവെച്ച്, കാശിക്കൂട്ടൻ നല്ല ഉറക്കമായിട്ടോ, കാശിക്കൂട്ടൻ അപ്പുറത്ത് ഉറങ്ങാണ്. മുടിയൊക്കെ കെട്ടിവെച്ച് നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മക്കളുടെ എക്സാം എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾ പഠിപ്പിക്കുന്ന രീതി, അവരുടെ റെസ്പോൺസ്, അവരെ അന്നത്തെ ദിവസം എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.